നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. Okay, you may take 3 days, no problem. But I need the result. Okay. Bye. ഒരിക്കലും പ്രതീക്ഷിക്കാതെയായിരുന്നു നമ്മുടെ കല്യാണം. അത് നീ ആഗ്രഹിച്ചിരുന്നു എന്ന് എനിക്കറിയാം. പക്ഷേ കല്യാണത്തിന് ശേഷം നീ കാണിച്ച അകൽച്ച അതെന്തിനായിരുന്നു? മുത്തശ്ശിയോട് ഞാൻ ദേഷ്യത്തിൽ സംസാരിച്ചതുകൊണ്ടാണെന്ന് ചോദിച്ചപ്പോൾ ആണെന്ന് നീ പെട്ടെന്ന് ഉത്തരം പറഞ്ഞു. പക്ഷെ അതിന്റെ കാരണം അതല്ലായിരുന്നു എന്ന് എനിക്കറിയാം. എന്തോ നിന്റെ മനസ്സിനെ അലട്ടുന്നുണ്ടായിരുന്നു. അത് പെട്ടെന്നാണ് മാറിയതും എന്നോട് സ്നേഹം പ്രകടിപ്പിച്ച് തുടങ്ങിയതും. എനിക്ക് നിന്നിലെ മാറ്റങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ശരിക്കും നീ നമ്മുടെ ജീവിതത്തിന് പ്രിപ്പയർഡ് ആണോ? May I come, sir? Yes. Good morning, sir. Good morning. Sir. പർച്ചേസ് ബില്ലെല്ലാം ഞാൻ സൈൻ ചെയ്തിട്ടുണ്ട്. ഫണ്ടെല്ലാം ഇന്ന് തന്നെ ട്രാൻസ്ഫർ ചെയ്തേക്ക്. ശരി സർ. ഓക്കെ സർ. എന്താ, എന്തെങ്കിലും പറയാനുണ്ടോ? അത് പിന്നെ സാറ് തെറ്റിദ്ധരിക്കരുത്. ഒരു കാര്യം എനിക്ക് പറയാനുണ്ടായിരുന്നു. എന്താ? സാറിന്റെ വൈഫിനെയും പുള്ളിക്കാരി കല്യാണം കഴിക്കാനിരുന്ന ആളിനെയും ഞാനൊരു ദിവസം ഒരു ഹോട്ടലിൽ വെച്ച് കണ്ടിരുന്നു. എന്താണോ താനീ പറയുന്നത്? സാറ് തെറ്റിദ്ധരിക്കരുത്. ഞാനീ പറഞ്ഞ സത്യമാണ് സാർ. സാറിന് സംശയം ഉണ്ടെങ്കിൽ ആ ഹോട്ടലിൽ പോയി ഒന്ന് ചോദിച്ചു നോക്കിയാൽ മതി. ഡേറ്റ് ഞാൻ പറഞ്ഞുതരാം, ഹോട്ടലിന്റെ പേരും ഞാൻ പറഞ്ഞുതരാം. നകുലാണല്ലോ. വല്ല കെണിയാണോ ഈശ്വര? ഹലോ ഹലോ ശ്രേയ, എന്തൊക്കെയുണ്ട് വിശേഷം? എന്ത് വിശേഷം? അങ്ങനെയൊക്കെ അങ്ങ് പോകുന്നു. എന്ത് പറ്റൊരു ഉഷാറില്ലാത്ത? ശ്രേയക്കൊരു സ്പോർട്സ്മാൻ സ്പിരിറ്റ് ഇല്ലല്ലോ. ഇത്ര പെട്ടെന്ന് ഗംഗയോട് തോൽവി സമ്മതിച്ചോ? ഞാൻ ഒരിക്കലും തോൽവി സമ്മതിക്കില്ല. അവസരം കാത്തു പതിയിരിക്കുവാ ഞാൻ. എന്നെങ്കിലും എപ്പോഴെങ്കിലും എനിക്ക് അവസരം കിട്ടും. ഒന്ന് ഞാൻ അവൾ അവസാനിപ്പിക്കും. അവസരങ്ങൾ ഒരിക്കലും നമ്മളെ തേടി വരില്ല ശ്രേയ. അവസരങ്ങൾ നമ്മൾ സൃഷ്ടിക്കുകയാണ് വേണ്ടത്. ഡയലോഗിലൊന്നും ഒരു കുറവുമില്ല. പക്ഷേ കാര്യം സാധിക്കുന്നില്ലെന്നേ ഉള്ളൂ. ഇപ്രാവശ്യം കാര്യം നടക്കും. നമ്മളെ രണ്ടുപേരെയും തേച്ചിട്ട് അങ്ങനെ മഹിയും ഗംഗയും സന്തോഷമായിട്ട് ജീവിക്കണ്ട. മഹിയും ഗംഗയും തമ്മിൽ അകറ്റാനുള്ള ഒരു പ്ലാൻ ഞാൻ സെറ്റാക്കിയിട്ടുണ്ട്. എന്ത് പ്ലാൻ? അത് ഞാൻ കാര്യം നടന്നു കഴിഞ്ഞിട്ട് പറയാം. ഇത് പറയാനാണോ വിളിച്ചത്? അല്ല, പിന്നെ എന്റെ പ്ലാൻ വർക്കൗട്ട് ആയിട്ടുണ്ടെങ്കിൽ അതിന്റെ റിസൾട്ട് ഇന്ന് രാത്രി തന്നെ അറിയാം. ഇന്ന് മഹി ഗംഗയോട് അകൽച്ച കാണിക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. മഹി അകൽച്ച കാണിച്ചാൽ അതിന്റെ അർത്ഥം പ്ലാൻ വർക്കൗട്ട് ആയി എന്നാണ്. അങ്ങനെ സംഭവിച്ചാൽ അത് ശ്രേയ എന്നെ വിളിച്ചറിയിക്കണം. ഓക്കെ, ഞാനത് ചെയ്യാം. ഓക്കെ, ബൈ. ബൈ. നകുലിന്റെ പ്ലാൻ വർക്കൗട്ടായി ഗംഗയിൽ നിന്ന് മഹിയേട്ടൻ അകലണം. അതേസമയം തന്നെ ഗൗരിയെ പോലെ മഹിയേട്ടന്റെ മനസ്സിൽ ഞാനും കയറി പറ്റണം. മഹിയേട്ടാ, മാള് കുറെ നേരമായിട്ട് മഹിയേട്ടൻ വരുന്നതും കാത്തിരിക്കുന്നു. പുറത്തുപോയി ചെയ്യാൻ കുറെ കാര്യങ്ങൾ മാള് പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇന്ന് വേണ്ട, മറ്റൊരു ദിവസം പോവാന്ന് മാളിനോട് പറയും.
എന്താ മഹേട്ടാ, എന്തെങ്കിലും കുഴപ്പമുണ്ടോ? മാളു, നമ്മൾ ഒരുമിച്ച് പുറത്തു പോകുന്നത് ഒരുപാട് ആഗ്രഹിച്ചതാ. പിന്നെ ഐസ്ക്രീം കഴിക്കണം, ഡ്രസ്സുകൾ എടുക്കണം, അങ്ങനെ പല പ്ലാനുകളും പറയുന്നുണ്ട്. പെട്ടെന്ന് പോകുന്നില്ല എന്ന് പറഞ്ഞാ മാളുവിനത് വലിയ സങ്കടാവും. ഇതിനു മുമ്പും മാളു ഇതൊക്കെ ആഗ്രഹിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ. അന്ന് മാളുവിന് സങ്കടം ഈ പറഞ്ഞവരാരും കണ്ടില്ലല്ലോ. എനിക്ക് നല്ല സുഖമില്ല. മറ്റൊരു ദിവസം പോകുന്ന മാളുവിനോട് പറഞ്ഞാൽ മതി. ഈ മേഡോ ഹസ്ബൻഡും ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വന്ന് സ്റ്റേ ചെയ്യാറുണ്ട് സർ. നാകുലിന്റെ പ്ലാൻ ഏറ്റെന്ന് തോന്നുന്നു. മഹേട്ടന് എന്തോ ഒരു അകൽച്ചയുണ്ട്. സാറിന്റെ വൈഫിനെയും പുള്ളിക്കാരി കല്യാണം കഴിക്കാതിരുന്ന ആളിനെയും ഞാനൊരു ദിവസം ഒരു ഹോട്ടലിൽ വെച്ച് കണ്ടിരുന്നു. സുഖമില്ലേ? എനിക്കെന്താ പറ്റി? എന്ത് പറ്റി? എന്താ? ഞാൻ മഹേട്ടന് ചായ കൊണ്ടുവന്നതാ. അവിടെ വെച്ചേക്ക്. മഹേട്ടന് പനിയാണോ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.